നാണം കെട്ട് പണ്ടാരമടങ്ങി വി.ഡി. സതീശൻ ഡൽഹിയിലൂടെ തെരുവിലൂടെ അലഞ്ഞു തിരിയുന്ന പോലെയാണ് നടക്കുന്നത്. മാധ്യമങ്ങൾ വരുമ്പോൾ കൊഞ്ഞനം കുത്തി എന്തൊക്കെയോ ബോഡി ആക്ഷൻ കാണിച്ച് ഓടി ഒളിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ മത്സരിക്കാനായി അണിനിരത്തുമെന്ന് പറഞ്ഞ വി.ഡി. സതീശനാണ് ഒന്നും മലക്കം മറിയാൻ പോലും ആവാതെ നെട്ടോട്ടം ഓടുന്നത് എന്നുള്ളതാണ്. ഗവൺമെന്റിൽ നിന്നും നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ചവരാരൊക്കെ? കെ സുധാകരനും അടൂർ പ്രകാശും അടക്കം. പോയി പണി നോക്ക് സതീശ, നീ പറയും പോലെ പണിയെടുക്കാൻ വേറെ ആൾ നോക്കണം. ഞങ്ങളും ഈ പ്രസ്ഥാനത്തിലൂടെ മത്സരിച്ച് ജയിച്ച് പലതവണ അണികളുടെ സപ്പോർട്ടോട് കൂടി വന്നതാണ് എന്നുള്ള ധാർഷ്ട്യത്തോടെ ഒന്നല്ല രണ്ടല്ല എംപിമാർ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് ചോദിക്കുകയാണ്, എന്താണ് ഡൽഹിയിൽ നടന്ന ചർച്ച? നിങ്ങൾക്ക് ഇന്നോ നാളെയോ ഈ ആഴ്ചയെങ്കിലും നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ പറ്റുമോ? CPM അതിദൂരം ബഹുദൂരം മുന്നിലായി പോയില്ലേ പ്രസിഡന്റ് എന്ന് ചോദിക്കുമ്പോ നോട്ട് അറ്റ് സെറ്റിൽഡ്, സെറ്റിൽ ആയിട്ടില്ല, നോട്ട് അറ്റ് ഫൈനലൈസ്ഡ്, ഇതുവരെ ഫൈനൽ ആയിട്ടില്ല എന്ന് പറഞ്ഞ് കാറിൽ കയറി ഒളിച്ചോടിയ നേതാവിന്റെ പേരാണ് സണ്ണി ജോസഫ് എന്ന്. ഒരാൾക്ക് പോലും മറുപടി പറയാനാകാത്ത വിധം, പ്രതിരോധിക്കാൻ പോലും ആവാത്ത വിധം, ഡിഫൻസീവ് ആവാൻ പോലും കഴിയാത്ത വിധം ബാക്ക്വേർഡ് ആയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ പോയതെന്ന് പറയാൻ കഴിയില്ല. ലീഗിലും കേരള കോൺഗ്രസ് ജോസഫിലും മുഴുവൻ മുന്നണി സമവാക്യങ്ങളും അടിപതറുന്നു എന്നുള്ളതാണ്. എന്നിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ CPM-ൽ നിന്ന് വന്നവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കിട്ടിയാൽ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് അഡീഷണൽ ആയി ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടായി, അഡ്വാൻറ്റേജ് ആയി അതിനെ അവതരിപ്പിക്കാൻ ഇങ്ങനെ വെറും പുറംപോച്ച് നടിച്ച് നടക്കുന്ന സതീശനാവുന്നു എന്നുള്ളതും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. 100% ഉറപ്പിച്ച് പറയാം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള അച്ചടക്കമോ ഒരു തരത്തിലുള്ള പ്ലാനിങ്ങോ ഇല്ലാതെ കോൺഗ്രസ് തുടക്കം മുതലേ അടിപതറി വീണിരിക്കുന്നു എന്നുള്ളതാണ്. 24 മണിക്കൂറല്ല കഴിയാൻ പോകുന്നത്, 48 മണിക്കൂറല്ല, ഈ ആഴ്ച പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇറക്കാൻ സാധിക്കുമോ? ഇനി ഇറക്കിയാൽ തന്നെ എവിടെയൊക്കെയാണ് ഇനി വിമതരുണ്ടാവുക, എവിടെയൊക്കെയാണ് അതിന്റെ അടി തീരുക എന്നുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ K മുരളീധരനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതെന്ന് ചോദിച്ചപ്പോ കൃത്യമായി എന്നും ഓപ്പണായി കാര്യങ്ങൾ പറയുന്ന മുരളീധരൻ പറയാ, ഏപ്രിൽ 24-ന് ശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ആകെ അങ്കലാപ്പിലായി പോയതാകാമെന്ന്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാതെയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോയത് എന്നുള്ളതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി നാളെ മട്ടന്നൂരിൽ വിമാനത്താവളത്തിൽ നിന്ന് പിണറായി വരെ റോഡ് ഷോ നടത്തി സകല ആളുകളും ഒരു വട്ടം കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കാൻ പോലും കഴിയുന്ന രീതിയിലേക്ക് 140 മണ്ഡലങ്ങളിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾക്കായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് നിലപാട്.